ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മൈഗ്രെയിൻ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയ ഒരു ഓയിലിന്ന് പരിചയപ്പെടുത്തരാം. അപ്പോൾ ഇതാണ് അത്, ബെല ഗുളിച്ചാതി വെളിച്ചെണ്ണ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതിന് 140 റുപ്പീസാണ് ഉള്ളത്. ഇത് എല്ലാ അങ്ങാടി ഷോപ്പുകളിലും ആയുർവേദശാലകളിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതൊരു ബൗളിലേക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഓയിൽ ഞാനിതിലേക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ബൗളിലേക്ക് എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നവരുമുണ്ട്. അത് കുറച്ചൊന്ന് ചൂടാക്കി യൂസ് ചെയ്യുന്നത്, കുറച്ചൊന്ന് ചൂടാക്കി യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിനൊക്കെ ബെറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ചൂടാക്കി യൂസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ സ്കാൽപ്പിൽ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ ഡയറക്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ നമ്മൾ ഓൾറൗണ്ടായിട്ട് നമ്മളൊന്ന് ഈ ഒരു ഓയിലൊന്ന് ഓൾറൗണ്ടായിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഓൾറൗണ്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ ഒന്ന് കെട്ടി വയ്ക്കുക. നമ്മൾ ഹെയർ ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് മൈഗ്രെയിൻ വരുന്നവർക്ക് ഓരോരുത്തർക്ക് അറിയാൻ പറ്റും, നമുക്ക് 2-3 സൈഡുകളിലായിട്ടായിരിക്കും മൈഗ്രെയിൻ ഇഷ്യൂസ് ഉണ്ടാവും. എനിക്ക് പ്രധാനമായിട്ടും ഈ ഒരു റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് മാറുന്നതാണ് മൈഗ്രെയിൻ വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു 2 സൈഡിലായിട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു 20 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യും. അപ്പോൾ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ബാത്ത് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാത്തിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് നല്ലൊരു റിഫ്രഷ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാത്ത് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ബാത്ത് ചെയ്യാൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഈ ഓരോ ഹെയറിൽ തന്നെ നമുക്ക് നല്ല സ്മൂത്തനിങ് ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് നല്ലൊരു റിഫ്രഷ് നമുക്ക് നേരത്തെ പറഞ്ഞാൽ കിട്ടും. പ്രത്യേകിച്ച് ഈ തണിയ ഒരു എണ്ണ ഉപയോഗിച്ച് നമ്മൾ കുളിക്കുമ്പോൾ നല്ല ഒരു തണുപ്പ് തലയ്ക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും മൈഗ്രെയിൻ ഉള്ളവർ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതായത് നമുക്കിത് എൻ്റെ അനുഭവത്തിൽ ഒരു മൈഗ്രെയിൻ റിലീഫിന് എനിക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വേറെ വീഡിയോസായിട്ട്